ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇന്നലെ മിഡ് വീക്ക് എവിക്ഷന് ശേഷം നമ്മൾ ആദില പുറത്തു പോയല്ലോ. അതിനുശേഷം അതായത് ഏതാണ്ട് ഒരു നട്ടപ്പാതിരി ആയ സമയത്ത് നൂറ അവിടെ സോഫയിൽ കിടക്കുമായിരുന്നേ. ആ ഒരു പാവയും കയ്യിലുണ്ട്. എന്നിട്ട് പറയുവാണ്, ബേബി എല്ലാവരും ഞാൻ ഓക്കെ ആണോ എന്ന് ചോദിച്ചു, പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ഷാനവാസും അതേപോലെ അനുമോളും മാത്രം എന്നോട് ചോദിച്ചിട്ടില്ല ബേബി എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ഇമോഷണൽ ആയിട്ട് ഒരു ഡ്രാമ ഇറക്കുമായിരുന്നേ. ഒരിറ്റ ആത്മാർത്ഥത പോലും ആ ഒരു ഇമോഷൻ കണ്ടിട്ട് എനിക്ക് തോന്നിയിട്ടില്ലേ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരുണ്ടല്ലോ ഇന്നലെ ആ ബിഗ് ബോസ് ആ വീഡിയോ കാണിച്ചു കൊടുത്ത സമയത്ത് ഇവർ പെട്ടെന്ന് ഇമോഷണൽ ആകുന്നു, അനുമോളെ കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ വയ്ക്കുന്നു, ഒന്നാകുന്നു, പിന്നെ വീണ്ടും വഴക്കിടുന്നു, തെറ്റുന്നു. ഇതിനിടയിൽ അനുമോള് ആദില പുറത്താകുമെന്ന് തോന്നിയിട്ട് ആദിലയുടെ കയ്യിൽ ഒരു നമ്പർ എഴുതി കൊടുത്തു അത്രേ. അത് എൻ്റെ PR-ന്റെ നമ്പറാണ്, പുറത്തിറങ്ങിയിട്ട് അവരെ വിളിക്കണം, എന്നിട്ട് പറയണം അക്ബർ ഇവിടെ ഭയങ്കര ഫേവറേറ്റിസ് ഉണ്ട്, ഇത് നോക്കണം എന്നൊക്കെ എന്നെ പറഞ്ഞു ഏൽപ്പിച്ചു എന്ന് ആദില പറയുന്നുണ്ട്. എന്നാൽ അനു അത് എനിക്ക് ഒരു PR-ന്റെ നമ്പർ അറിയില്ല, എനിക്ക് എൻ്റെ ഫാമിലിയുടെ നമ്പർ മാത്രമേ അറിയത്തുള്ളൂ, എനിക്ക് എൻ്റെ നമ്പർ മാത്രമേ അറിയത്തുള്ളൂ, ഞാൻ കൊടുത്തത് അച്ഛൻ്റെ നമ്പറാണ് എന്നൊക്കെ അനുമോള് പറയുന്നുണ്ടായിരുന്നു. തിരിച്ച് ആദിലയുടെ നമ്പറും ആ ഒരു ടിഷ്യൂവിൽ എഴുതി കൊടുത്തു എന്ന് അനുവും പറഞ്ഞിരുന്നു. ആ നമ്പർ ആദിലയുടെ കയ്യിലുണ്ട് എന്ന് അനു ഇപ്പോഴും ഉറപ്പിച്ചു പറയുന്നുണ്ട്. എന്നാൽ ആദില പറയുന്നത് അത് എൻ്റെ കയ്യിലില്ല, ഞാനത് ഫ്ലഷ് അടിച്ച് കളഞ്ഞു എന്നാണ്. എന്നാൽ നല്ല കോൺഫിഡൻസോട് തന്നെയാണ് അനുമോള് പറയുന്നത് ഇത് ആദിലയുടെ കയ്യിൽ ആ നമ്പർ ഉണ്ട് എന്ന്. വിഷയം പണിയായി എന്ന് തോന്നിയപ്പോഴും നമ്മുടെ ആദിലയും നൂറയും അവിടെ ആ ഒരു ക്യാമറയുള്ള സ്പേസിൽ പോയി ഇരുന്നിട്ട് പറഞ്ഞ കാര്യം ഒന്നുകൂടി ക്ലിയർ ചെയ്ത് സംസാരിക്കാനൊക്കെ അവർ കഷ്ടപ്പെടുന്നുണ്ട്. പിന്നീട് ഇതൊക്കെ കഴിഞ്ഞിട്ട് ആദില അതിനുശേഷം നൂറ അക്ബറിന്റെ അടുത്ത് പോയി ഇരുന്നിട്ട് സംസാരിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ഒരു സംഭവങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്ന സമയത്ത് അക്ബർ ആകെ ഇമോഷണൽ ആവുന്നുണ്ട്. പിന്നെ അനുവിനുള്ള ദേഷ്യം അങ്ങ് കൂടുന്നുണ്ട്. അപ്പോഴും നൂറ പറയുന്നുണ്ട്, ബാക്കി കൂടി നിങ്ങൾ കേൾക്കണം, ഓള് പറയുന്നതൊന്നും ചെറിയ കാര്യങ്ങളൊന്നും അല്ല, പറയുന്നതിനൊന്നും ഒരു കൈയും കണക്കുമില്ല എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോഴ് അപ്പാനിയും അക്ബറൊക്കെ പറയുന്നുണ്ട് എന്തായാലും മുഴുവനായിട്ട് പറ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴ് നൂറ പറയുന്നുണ്ട് ഇല്ല, അതൊക്കെ ഇനി പുറത്തിറങ്ങിയിട്ട് സംസാരിക്കാമെന്ന് നൂറ പറയുന്നുണ്ട്. നൂറ ഇവിടെ ശരിക്കും ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ അനുമോളെ അപ്പാനിയുടെയും അക്ബറിന്റെയും മുന്നിൽ വലിയ എന്തോ ഒരു കുറ്റം ചെയ്ത ഒരാളെ പോലെ ചിത്രീകരിക്കുകയാണ്. എന്നിട്ട് അനുവിന് എതിരെ നിൽക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം അനുമോളെ കെട്ടിപ്പിടിച്ചതും ഉമ്മ വെച്ചതും എല്ലാം, എന്നിട്ട് പിന്നെ പിണങ്ങുകയും ചെയ്യുന്നു. അതിനുശേഷമാണ് ആദില പോകുന്നത്. ആദില പോയതിന് ശേഷമാണ് ബേബി ഞാൻ ഒറ്റക്കായി, ഇവിടെ ഞാൻ ഒരുപാട് സ്നേഹിച്ച അനുമോളും ഷാനവാസിക്കൊന്നും എൻ്റെ അടുത്ത് ഓരോ ആശ്വാസ വാക്കുകൾ പോലും പറഞ്ഞിട്ടില്ല. എന്തൊരു ഡ്രാമയാടോ ഈ നൂറ് എവിടെ വെച്ച് കാണിക്കുന്നത്. ഇത്രയും കുറ്റങ്ങളും കുറവുകളും നമ്മുടെ അനുമോളെ പറ്റിയിട്ട് മറ്റുള്ളവരുടെ പോയി സംസാരിക്കുകയൊക്കെ ചെയ്തിട്ട് എന്നിട്ട് ഇവിടെ കിടന്നിട്ട് ഞാൻ എത്രയും സ്നേഹിച്ച അനുമോള് എന്നോട് തിരിച്ചൊന്നും ചോദിച്ചില്ല. സത്യം പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും ഇതിനൊക്കെ?